ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന സെന്നിന്റെ ഓയിൽ ചേഞ്ച് ആണ്. ഓയിലിന്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് 5000 കിലോമീറ്റർ തന്നെ ഓയിൽ മാറിയിരിക്കണം, അല്ലെങ്കിൽ ഓയിൽ ടാറ് പോലെ ആവും. നമ്മൾ ഓയിൽ മാറുമ്പോൾ മസ്റ്റ് ആയിട്ട് ഓയിൽ ഫിൽറ്റർ മാറിയിരിക്കും. ഷെല്ലിന്റെ കമ്പനിയുടെ 20 ഗ്രേഡ് ഉള്ള ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ശേഷം എഞ്ചിനെ തണുപ്പിക്കുന്ന റേഡിയേറ്ററിന് ലീക്ക് ഉണ്ടായിരുന്നു. ബാൻകോ ബ്രാൻഡിന്റെ റേഡിയേറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഓസുകളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. റേഡിയേറ്ററിന്റെ ഓസ് എല്ലാം ഹാർഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം കൂളന്റ് നമ്മൾ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം കൂട്ടുകാരനായ അമീറിന്റെ വണ്ടി ഓടുന്ന വഴിക്ക് എഞ്ചിൻ താഴെ കിടന്നേനെ. എന്റെ കൈ ഇരിക്കുന്നതാണ് ക്രോസ് നമ്പർ. എഞ്ചിനെ താങ്ങാനും ചേസിനെ താങ്ങാനുള്ള ഒരു സംഭവമാണ് ഇത്. പക്ഷേ ഇതിന്റെ ക്രോസ് നമ്പർ പോയിട്ടില്ല, ഇതിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവമാണ് പോയിരിക്കുന്നത്. തുരുമ്പ് പിടിച്ച് വലിയ കിഴുത്തയായി. കാലപ്പഴക്കം കൊണ്ട് വരാം. ബാറ്ററിയുടെ വെള്ളമോ സാധാരണ വെള്ളമോ എല്ലാം വീണ കഴിഞ്ഞാലും തുരുമ്പ് വരും. അപ്പൊ നമ്മൾ പുതിയ സപ്പോർട്ട് എല്ലാം മേടിച്ച് ഇനി വെൽഡ് ചെയ്താൽ മാത്രം മതി. റേഡിയേറ്റർ, ആൾട്ടർനേറ്റർ, ബാറ്ററി എന്നിവയെല്ലാം അഴിച്ചു മാറ്റേണ്ടി വന്നു. അപ്പൊ നമ്മുടെ പാച്ചെണ്ണം വന്നിട്ടുണ്ട്, വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിന്റെ പെയിന്റ് അടിക്കും. ക്രോസ് നമ്പറും സപ്പോർട്ടും വെൽഡ് ചെയ്ത ഭാഗം എല്ലാം പെയിന്റ് അടിച്ച് ക്ലിയർ ആക്കും. നമ്മൾ ഏത് പണി ചെയ്താലും പെർഫെക്റ്റ് ആയിരിക്കും. സപ്പോർട്ട് വേണ്ട എഞ്ചിന് ഒത്തിരി ലോഡ് കൊടുത്തു, അതുകൊണ്ട് ഇതിന്റെ മൗണ്ടിങ് പോയി. എഞ്ചിൻ താഴെ വീഴാതിരുന്ന കാര്യമായി. എന്തായാലും പുതിയ മൗണ്ടിങ് ഇട്ട് സെറ്റ് ചെയ്യുകയാണ്. ശേഷം ഞാൻ എന്റെ കൂട്ടുകാരനോട് ചായ കുടിക്കാൻ പോവുകയാണ്. പുള്ളിയോടെയും കഴിച്ച് ചൂടത്തൊരു ചായയും കുടിച്ച് അടുത്ത വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഒമിനിയുടെ ബ്രേക്ക് ഇടയ്ക്ക് ജാം ആകി ഇടയ്ക്ക് ഫ്രീ ആകുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ കംപ്ലൈന്റ്. സാധാരണ വണ്ടിക്ക് ബ്രേക്ക് ഡിസ്ക് ആണ് ഫ്രണ്ടിൽ വരുന്നത്, പക്ഷേ ഇതിന് ഹബ്ബാണ് വരുന്നത്. ഒരു ഹബ്ബിൽ തന്നെ 2 സിലിണ്ടർ കാണും. അതുകൊണ്ട് ബ്രേക്ക് കൊള്ളിക്കണമെങ്കിൽ 2 അഡ്ജസ്റ്റർ ഉണ്ട്. ഇതിൽ ഏതിലും ഒരെണ്ണോ 2 ടൈറ്റ് ഉണ്ട്. അപ്പൊ പുതിയത് വെച്ച പ്രശ്നം തീർന്നു. അപ്പൊ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ഫോളോ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.